ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ് ഇന്ന്. അപ്പം ഞാൻ നാട്ടിലില്ല, ഞാനിവിടെ മെൽബേണിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ നമുക്ക് ആറ്റുകാൽ പൊങ്കാല വെക്കാമെന്ന്. ആറ്റുകാൽ പൊങ്കാല എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഇപ്പം ട്രിവാൻഡ്രത്ത് ജനിച്ചോ ട്രിവാൻഡ്രത്ത് വളർന്നിട്ടുള്ളവർക്ക് അത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം വർഷത്തിൽ ഒരു ദിവസം എല്ലാവരും കൂടെ പോയി ദേവിയെ കണ്ട് പൊങ്കാലയൊക്കെ വെക്കുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ പൊങ്കാല വെക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ ദ സ്റ്റോറി ബിഹൈൻഡ് നമ്മൾ എന്തിനാണ് ഈ പൊങ്കാല വയ്ക്കുന്നതെന്ന് വെച്ചാൽ, മധുരയിൽ കണ്ണകിന്ന് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സോ അവരാണ് നമ്മൾ മധുരയിനെ എരിച്ചതെന്ന് പറയുന്നത്. സോ അവിടെ ഇരുന്ന് കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിൽ പോയാണ് അവർ ഭയങ്കര ശാന്തമാക്കുന്നത്. സോ അവർ ട്രിവാൻഡ്രം ആ ഒരു ഏത് വഴിയിലാണോ പോകുന്നത്, സോ ദേവീനെ നമ്മൾ ശാന്തപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊങ്കാല വെക്കുന്നതെന്നാണ് ആചാരം. ഇതൊരു എങ്ങനെ ശബരിമല ജെൻസ് എന്ന് പറയുന്നു, അതേമാതിരി ഇത് ലേഡീസിനായിട്ടുള്ളൊരു ശബരിമല പോലെയാണ് ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിനെ കാണുന്നത്. ഇതുവരെ ആരും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ്. ഭയങ്കര ഒരു വണ്ടർഫുൾ വൈബുള്ള ഒരു ടെമ്പിളാണ്. സോ എന്തായാലും തീർച്ചയായും പോയി കാണാത്തവർ ദയവായി ലൈഫിൽ വൺ ടൈം എങ്കിലും, ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, പ്ലീസ് ഡു ഗോ ആൻഡ് വിസിറ്റ് ഓവർ ദെയർ. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കുളിച്ചിട്ട് ഫുൾ നമ്മുടെ കിച്ചൺ സ്പേസ് ഫുൾ തുടച്ച് വൃത്തിയാക്കി. അന്ന് രാവിലെയാണ് ഞാൻ എല്ലാം ചെയ്തത്. ശരി, ഓക്കെ, മോർണിംഗ് തന്നെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജ തിങ്സൊക്കെ, വിളക്ക്, അതെല്ലാം കൂടെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീടെല്ലാം കൂടെ തൂക്കാമെന്ന് പറഞ്ഞ് വീടൊക്കെ തൂത്ത് തുടച്ച് എല്ലാം ആ പണിയൊക്കെ കഴിഞ്ഞു. ഞാനവിടെ ടി വി ഇട്ടുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. കാരണം നമുക്ക് അവിടെ എപ്പോഴാ വിളക്ക് കത്തിക്കുന്നതെന്ന് അറിയണമല്ലോ, അത് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. കത്തിക്കാൻ സമയമായെന്നാണ് തോന്നുന്നത്. എല്ലാവരും അവിടെ ഒരു മെയിൻ കലം വെച്ചിരിക്കുമല്ലോ, ആ കലത്തിനെ ചുറ്റി എല്ലാവരും നിൽക്കുക. ഞാൻ ഒരു പൂ മേടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കുഞ്ഞു കലം മേടിച്ചു. ശരി, ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് വെക്കുന്നതുകൊണ്ട് ഭയങ്കര വലിയ കലമൊന്നും വേണ്ട. സപ്പോസ് പൊങ്ങിയില്ലെങ്കിൽ അത് മതി, എനിക്കിന്ന് ഹോൾ ഡേ ഇരുന്ന് ആലോചിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചൊരു കുഞ്ഞു കലം മേടിച്ചിട്ട് അതിനെ ചുറ്റി ഇങ്ങനെ പൂ വയ്ക്കാം അങ്ങനെ വിചാരിച്ചു. ആക്ച്വലി പൊങ്കാല മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കി എല്ലാം വെക്കാനും നമുക്കിവിടെ അത്രയ്ക്ക് സാധനങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ ശരി, ഫസ്റ്റ് ടൈം വെക്കുന്നുണ്ട്, ആദ്യം പൊങ്കാല മാത്രം മര്യാദയ്ക്ക് വെക്കാം അങ്ങനെ വിചാരിച്ച്. സോ ഇപ്പോൾ പൊങ്കാല മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു സമയമായില്ല. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു മഞ്ഞളും കുങ്കുമൊക്കെ വെച്ച് ഇതൊക്കെ റെഡിയാക്കാം അങ്ങനെ വിചാരിച്ചു. 9:45 അവർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എല്ലാം റെഡിയാക്കി വെയിറ്റ് ചെയ്യുക. എനിക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് വെച്ചാൽ ഭയങ്കര ചൈൽഡ്ഹുഡ് മെമ്മറീസാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പൊങ്കാല അമ്മയുടെ കൂടെ പോകുന്നത് ഞാനൊരു 8th സ്റ്റാൻഡേർഡ് 9th പഠിക്കുമ്പോഴാണ്. അപ്പം ഞാൻ, അമ്മ, പിന്നെ ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ താമസിച്ച മേളത്ത് ഒരു അമ്മച്ചുണ്ട്. അപ്പം ഞങ്ങളൊക്കെ കൂടെയാണ് പൊങ്കാല വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. അയ്യോ എന്താകും അത് നമ്മൾ ഫുള്ളായിട്ട് പുറത്ത് വരുമ്പോഴല്ലേ ഭയങ്കര ഒരു ഹോൾസം. അപ്പോൾ അത് വരുന്നവർ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ പൊങ്കാല വയ്ക്കുമ്പം ഒറ്റയ്ക്ക്, ഇതിനുമുമ്പ് ഒറ്റയ്ക്ക് ഒരിക്കൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാൻ. ഇപ്പം ഹോളായിട്ട് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പം കുറച്ച് ടെൻഷൻ ഉണ്ട്. ബട്ട് ഐ തിങ്ക് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത്. അവിടെ ഇതുവരെ തുടങ്ങിയില്ല. അപ്പോഴേക്കും ഞാൻ കലത്ത് വെള്ളമൊക്കെ നിറച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. സോ ദാറ്റ് നമുക്ക് അവിടെ ദീപാരാധന വെച്ചോണ്ടേ നമ്മൾ തുടങ്ങിയാൽ മതി. വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആ ഗ്യാപ്പിൽ ഈ ശർക്കരയൊക്കെ റെഡി ആക്കി വെച്ചാൽ നമുക്ക് പിന്നെ അരി ഇട്ടിട്ട് ചെയ്യാൻ കറക്റ്റായിരിക്കും. നന്നായിട്ട് തിളച്ച ഉടനെ ഇനി അരി ഇടാം. എന്തായാലും നമ്മൾ 2:15 വരെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ അവിടെ ദീപാരാധന കാണിച്ച് കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. സോ ഇപ്പം അവിടെ ഇനി ഒരു 10 minutes മാക്സ്. അത് കഴിയുമ്പോൾ നമുക്ക് അരി ഇടാൻ സമയമാവും. സോ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിനി അരി ഇടാൻ സമയമായി. പൊങ്കാല ഇതുവരെ വെന്തില്ല. ഇനി വേണം അത് വേഗം. നന്നായിട്ട് ആവി വരുന്നുണ്ട് പുറത്ത്. അരിയൊക്കെ ഇട്ടു. അതൊരുമാതിരി
ഒരു 60% കുക്ക്ഡ് അത്രേ ആയിട്ടുള്ളൂ, ഇനി ആവാനുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ ശർക്കരയും അതെല്ലാം കൂടെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം ശർക്കര ഇടണം. ശർക്കര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം പിന്നെ തേങ്ങ, അത് കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് ഒക്കെ ഇട്ടാൽ അതോടെ തീരും. നന്നായിട്ട് പൊങ്ങി വന്നു, പക്ഷെ ഞാൻ ഫുൾ ഓവർഫ്ലോ ആവാൻ വിട്ടില്ല, കുറച്ച് പുറത്ത് വരാനേ ഞാൻ സമ്മതിച്ചുള്ളൂ. പിന്നെ ഞാൻ ഫുൾ എല്ലാം മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ശർക്കര അതെല്ലാം ഇട്ടു. സോ ശർക്കര നന്നായിട്ട് മെൽറ്റായ ഉടനെ പിന്നെ തേങ്ങ, അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നട്ട്സ് എല്ലാം കൂടെ ഇട്ടു. സോ നല്ലൊരു പരുവത്തിലാണ് അത് വന്നിരിക്കുന്നത്. സോ ഫൈനലി നമ്മുടെ പൊങ്കാല നന്നായിട്ട് റെഡിയായി. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി നന്നായിട്ട് വന്നു, നന്നായിട്ട് ഫുൾ വെന്തു, പിന്നെ നല്ല ഉതിരി പോലെയായി. സോ എല്ലാം ഇതൊരു ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, എല്ലാം ദൈവത്തിന് കൊടുത്തിട്ട് വേണം ടേസ്റ്റ് ചെയ്യാൻ. ബട്ട് ഇറ്റ് കെയിം ഔട്ട് റിയലി ഗുഡ്. സോ ഫൈനലി പൊങ്കാലെല്ലാം വെച്ച് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും TV നോക്കിക്കൊണ്ടിരിക്കുക. സമയം 2:30 എങ്ങാണ്ടാണ് നമ്മൾ ദൈവത്തിന് വയ്ക്കേണ്ടത്. ശരി, അതുവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭഗവാനെല്ലാം വയ്ക്കാൻ. സോ ഷാർപ്പ് 2:15 ആയപ്പോൾ അവിടെ ദീപാരാധന എല്ലാം കഴിഞ്ഞു. ആൻഡ് ദെൻ ദൈവത്തിന് പടയ്ക്കാനുള്ളതെല്ലാം കഴിഞ്ഞു. സോ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാം ചെയ്താൽ മാത്രം മതി. അജം നിർവികൽപം നിരാകാരമേകം നിരാനന്ദമാനന്ദം അദ്വൈതപൂർണം പരം നിർഗുണം നിർവിശേഷം നിരേഹം പരബ്രഹ്മരൂപം ഗണേശം ഭജേമാ. സോ അങ്ങനെ പൊങ്കാലെല്ലാം വെച്ച് കഴിഞ്ഞു. സമയമായതിനു ശേഷം എടുത്ത് ഞാൻ അവിടെ ഭഗവാനെല്ലാം വെച്ചു. സോ ഭയങ്കര ഒരുമാതിരി ഹോൾസം ഫീൽ, ബിക്കോസ് ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ എനിക്ക് അത് എന്തുമാത്രം കറക്റ്റായിട്ട് വരും എന്നറിയത്തില്ലായിരുന്നു. ബട്ട് എല്ലാം വളരെ നന്നായിട്ട് വന്നു. സോ ഭയങ്കര ഒരുമാതിരി ഹോൾസം ഫീൽ. സോ ഭയങ്കര താങ്ക്ഫുൾ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവർക്കും ഈ വർഷം നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം നന്നായി വരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ വീഡിയോ ആൻഡ് ബി പാർട്ട് ഓഫ് മൈ ഫാമിലി. സോ ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ വീഡിയോ. സോ until then, bye bye.